126ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ ഐഡിയൽ ലിക്വിഡിറ്റി റേഷ്യോ ഈസ് ഓപ്ഷൻ എ 2:1, ഓപ്ഷൻ ബി 1:1, ഓപ്ഷൻ സി 3:1, ഓപ്ഷൻ ഡി 1:2. ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഐഡിയൽ ലിക്വിഡിറ്റി റേഷ്യോ ഏതാണെന്നാണ്. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി 1:1 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 127. വെയർഹൗസ് റെൻറ്റ് ഈസ് എ പാർട്ട് ഓഫ് ഓപ്ഷൻ എ പ്രൈം കോസ്റ്റ്, ഓപ്ഷൻ ബി ഫാക്ടറി കോസ്റ്റ്, ഓപ്ഷൻ ബി ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റ്, ഓപ്ഷൻ ഡി പ്രൊഡക്ഷൻ കോസ്റ്റ്. വെയർഹൗസ് റെൻറ്റ് എന്തിൻ്റെ പാർട്ടാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ആൻസർ വരുന്നത് ഓപ്ഷൻ സി ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റ് ആണ്. നമ്മൾ പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്ത് അത് കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുന്നത് വരെ നമ്മളത് സ്റ്റോർ ചെയ്ത് വെക്കുന്ന സ്ഥലമാണ് വെയർഹൗസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റിൻ്റെ പാർട്ടായിട്ടാണ് വരുന്നത്. ആൻസർ വരുന്നത് ഓപ്ഷൻ സി ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 128ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് ഓപ്ഷൻ എ റിമെയിൻസ് ഫിക്സഡ്, ഓപ്ഷൻ ബി ഫ്ലക്ച്വേറ്റ് വിത്ത് വോളിയം ഓഫ് പ്രൊഡക്ഷൻ, ഓപ്ഷൻ സി ഫ്ലക്ച്വേറ്റ് വിത്ത് വോളിയം ഓഫ് സെയിൽസ്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ്. വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് എങ്ങനെയായിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ആൻസർ വരുന്നത് ഓപ്ഷൻ എ റിമെയിൻസ് ഫിക്സഡ് ആയിരിക്കും. വേരിയബിൾ കോസ്റ്റ് ടോട്ടലായി വേരി ചെയ്തുകൊണ്ടിരിക്കും. പ്രൊഡക്ഷൻ അനുസരിച്ച് പ്രൊഡക്ഷൻ കൂടുന്നതനുസരിച്ച് വേരിയബിൾ കോസ്റ്റ് കൂടുകയും പ്രൊഡക്ഷൻ കുറയുന്നതനുസരിച്ച് വേരിയബിൾ കോസ്റ്റ് ഇൻ ടോട്ടൽ കുറയുകയും ചെയ്യുന്നു. എന്നാൽ പെർ യൂണിറ്റ് വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത് എപ്പോഴും ഫിക്സഡ് ആയിരിക്കും. ആൻസർ വരുന്നത് ഓപ്ഷൻ എ റിമെയിൻസ് ഫിക്സഡ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 129. പീരിയഡ് കോസ്റ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഡാഷ് കോസ്റ്റ്. ഓപ്ഷൻ എ ഫിക്സഡ്, ഓപ്ഷൻ ബി വേരിയബിൾ, ഓപ്ഷൻ സി പ്രൈം, ഓപ്ഷൻ ഡി സെമി വേരിയബിൾ. പീരിയഡ് കോസ്റ്റിന് എന്തെന്നാണ് അറിയപ്പെടുന്നതെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ആൻസർ വരുന്നത് ഓപ്ഷൻ എ ഫിക്സഡ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 130ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഫിക്സഡ് കോസ്റ്റ് പെർ യൂണിറ്റ് ഇൻക്രീസസ് വെൻ ഓപ്ഷൻ എ വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് ഇൻക്രീസസ്, ഓപ്ഷൻ ബി വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് ഡിക്രീസസ്, ഓപ്ഷൻ സി പ്രൊഡക്ഷൻ വോളിയം ഇൻക്രീസസ്, ഓപ്ഷൻ ഡി പ്രൊഡക്ഷൻ വോളിയം ഡിക്രീസസ്. ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഫിക്സഡ് കോസ്റ്റ് പെർ യൂണിറ്റ് ഇൻക്രീസ് ചെയ്യുന്നത് എപ്പോഴാണെന്നാണ്. ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത് ഇൻ ടോട്ടൽ എപ്പോഴും ഫിക്സഡ് ആയിരിക്കും. പ്രൊഡക്ഷൻ കൂടുന്നതനുസരിച്ച് ഫിക്സഡ് കോസ്റ്റ് പെർ യൂണിറ്റ് കുറയുകയും പ്രൊഡക്ഷൻ കുറയുന്നതനുസരിച്ച് ഫിക്സഡ് കോസ്റ്റ് പെർ യൂണിറ്റ് കൂടുകയും ചെയ്യും. അതുകൊണ്ട് ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി പ്രൊഡക്ഷൻ വോളിയം ഡിക്രീസസ് ആയിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 131. ദ റേഷ്യോ ബിറ്റ്വീൻ കോൺട്രിബ്യൂഷൻ ആൻഡ് സെയിൽസ് ഈസ് കോൾഡ്. ഓപ്ഷൻ എ ബ്രേക്ക് ഈവൻ പോയിന്റ്, ഓപ്ഷൻ ബി മാർജിനൽ കോസ്റ്റ്, ഓപ്ഷൻ സി PV റേഷ്യോ, ഓപ്ഷൻ ഡി പ്രൈം കോസ്റ്റ്. ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ദ റേഷ്യോ ബിറ്റ്വീൻ കോൺട്രിബ്യൂഷൻ ആൻഡ് സെയിൽസ് ആണ്. കോൺട്രിബ്യൂഷനും സെയിൽസും തമ്മിലുള്ള റേഷ്യോ എന്ന് പറയുന്നത് ഓപ്ഷൻ സി PV റേഷ്യോ ആണ്. PV റേഷ്യോ എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് വോളിയം റേഷ്യോ. PV റേഷ്യോയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ സെയിൽസ് ഇൻറ്റു 100 ആണ്. ഇവിടെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് ആണ്. ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി PV റേഷ്യോ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 132ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ റേഷ്യോ ഇൻഡിക്കേറ്റ്സ് ദ സ്പീഡ് വിത്ത് വിച്ച് ദ അക്കൗണ്ട്സ് റെസീവബിൾ ഈസ് ബീയിങ് കളക്റ്റഡ്. ഓപ്ഷൻ എ ഗ്രോസ് പ്രോഫിറ്റ് മാർജിൻ, ഓപ്ഷൻ ബി ഡെപ്റ്റേഴ്സ് ടേൺ ഓവർ, ഓപ്ഷൻ സി ഇൻവെൻട്രി ടേൺ ഓവർ, ഓപ്ഷൻ ഡി ലിക്വിഡിറ്റി റേഷ്യോ. ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ദ സ്പീഡ് വിത്ത് വിച്ച് അക്കൗണ്ട് റെസീവബിൾസ് ആർ കളക്റ്റഡ്. അക്കൗണ്ട് റെസീവബിൾസ് കളക്ട് ചെയ്യാൻ എടുക്കുന്ന സ്പീഡ് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന റേഷ്യോ എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ഡെപ്റ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ ആണ്. ഡെപ്റ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് നെറ്റ് ക്രെഡിറ്റ് സെയിൽസ് ഡിവൈഡഡ് ബൈ ആവറേജ് ഡെപ്റ്റേഴ്സ് ആണ്. ഇവിടെ ആവറേജ് ഡെപ്റ്റേഴ്സ് എന്ന് പറയുന്നത് ഓപ്പണിംഗ് ഡെപ്റ്റേഴ്സ് പ്ലസ് ക്ലോസിംഗ് ഡെപ്റ്റേഴ്സ് ഡിവൈഡഡ് ബൈ 2 ആയിരിക്കും. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ഡെപ്റ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 133. ദ കോസ്റ്റ് ഇൻകേർഡ് ആഫ്റ്റർ ക്ലോസിംഗ് ഡൗൺ ഓഫ് എ ഡിപ്പാർട്ട്മെന്റ് ഇൻക്ലൂഡ്സ് ഓൺലി. ഓപ്ഷൻ എ വേരിയബിൾ കോസ്റ്റ്, ഓപ്ഷൻ ബി സെമി വേരിയബിൾ കോസ്റ്റ്, ഓപ്ഷൻ സി ഫിക്സഡ് കോസ്റ്റ്, ഓപ്ഷൻ ഡി ഡിപ്രീസിയേഷൻ. ദ കോസ്റ്റ് ഇൻകേർഡ് ആഫ്റ്റർ ക്ലോസിംഗ് ഡൗൺ, ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ക്ലോസ് ചെയ്ത ശേഷവും വരുന്ന കോസ്റ്റ് ഏതെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ആൻസർ വരുന്നത് ഓപ്ഷൻ സി ഫിക്സഡ് കോസ്റ്റ് ആയിരിക്കും. പ്രൊഡക്ഷൻ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഡിപ്പാർട്ട്മെൻറ്റ് പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത് എപ്പോഴും അവിടെ ഉണ്ടായിരിക്കും. അതുകൊണ്ട് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ഫിക്സഡ് കോസ്റ്റ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 134ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ലിക്വിഡ് റേഷ്യോ ഈസ് ഓൾസോ നോൺ ആസ് ഡാഷ്. ഓപ്ഷൻ എ ആസിഡ് ടെസ്റ്റ് റേഷ്യോ, ഓപ്ഷൻ ബി ക്യുക്ക് റേഷ്യോ, ഓപ്ഷൻ സി ബോത്ത് എ ആൻഡ് ബി,
ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ്. ലിക്വിഡ് റേഷ്യോയുടെ മറ്റൊരു പേര് എന്താണെന്നാണ് ക്വസ്റ്റിന് ചോദിച്ചിരിക്കുന്നത്. ലിക്വിഡ് റേഷ്യോയുടെ മറ്റൊരു പേര് ആസിഡ് ടെസ്റ്റ് റേഷ്യോ, ക്യുക്ക് റേഷ്യോ. ഇത് രണ്ടും ലിക്വിഡ് റേഷ്യോയുടെ മറ്റൊരു പേരാണ്. ആൻസർ വരുന്നത് ഓപ്ഷൻ സി ബോത്ത് എ ആൻഡ് ബി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 135. എ കറണ്ട് റേഷ്യോ ഓഫ് ലെസ് ദാൻ 1 മീൻസ് ഓപ്ഷൻ എ കറണ്ട് അസറ്റ് ഗ്രേറ്റർ ദാൻ കറണ്ട് ലയബിലിറ്റീസ്, ഓപ്ഷൻ ബി കറണ്ട് അസറ്റ് ലെസ് ദാൻ കറണ്ട് ലയബിലിറ്റീസ്, ഓപ്ഷൻ സി കറണ്ട് അസറ്റ് ഈക്വൽ ടു കറണ്ട് ലയബിലിറ്റീസ്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദ എബോവ്. ഇവിടെ ക്വസ്റ്റിന് ചോദിച്ചിരിക്കുന്നത് കറണ്ട് റേഷ്യോ ഓഫ് ലെസ് ദാൻ 1 എന്ന് പറഞ്ഞാൽ താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണെന്നാണ് ക്വസ്റ്റിന് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം കറണ്ട് റേഷ്യോയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് കറണ്ട് അസറ്റ് ഡിവൈഡഡ് ബൈ കറണ്ട് ലയബിലിറ്റി ആണ്. ഇത് ഒന്നിനേക്കാളും ചെറുതാണെന്നാണ് ക്വസ്റ്റിനെ പറഞ്ഞിരിക്കുന്നത്. ഇതിൽ ഒന്നിനേക്കാളും ചെറുതായി വരണമെങ്കിൽ മുകളിൽ തന്നിരിക്കുന്ന കറണ്ട് അസറ്റ് എന്ന് പറയുന്നത് താഴെ തന്നിരിക്കുന്ന കറണ്ട് ലയബിലിറ്റിനേക്കാളും കുറവായിട്ട് വന്നാലാണ് ഈ റേഷ്യോ 1-ൽ താഴെ വരുന്നത്. അതുകൊണ്ട് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി കറണ്ട് അസറ്റ് ലെസ് ദാൻ കറണ്ട് ലയബിലിറ്റീസ് ആയിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 136ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഫിക്സഡ് ഇൻകം ബിയറിംഗ് സെക്യൂരിറ്റീസ് ഇൻക്ലൂഡ് ഓപ്ഷൻ എ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ, ഓപ്ഷൻ ബി ഡിബഞ്ചേഴ്സ്, ഓപ്ഷൻ സി ലോങ് ടൈം ലോൺസ്, ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദീസ്. ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഫിക്സഡ് ഇൻകം ബിയറിംഗ് സെക്യൂരിറ്റീസ് ഏതാണെന്നാണ്. ഇവിടെ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത് നമ്മളൊരു ഫിക്സഡ് പെർസെൻറ്റേജ് ഡിവിഡൻ്റ് ആണ് പ്രിഫറൻസ് ഷെയർസിന് കൊടുക്കുന്നത്. ഡിബഞ്ചേഴ്സ് എന്ന് പറയുന്നതിന് നമ്മളൊരു ഫിക്സഡ് പെർസെൻറ്റേജ് ഇൻട്രസ്റ്റ് ആണ് ഡിബഞ്ചേഴ്സിന് കൊടുക്കുന്നത്. ലോങ് ടൈം ലോൺസ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഫിക്സഡ് പെർസെൻറ്റേജ് ഇൻട്രസ്റ്റ് ആണ് കൊടുക്കുന്നത്. അതുകൊണ്ട് ഈ തന്നിരിക്കുന്ന മൂന്നും ഫിക്സഡ് ഇൻകം ബിയറിംഗ് സെക്യൂരിറ്റീസിൽ വരുന്നതാണ്. അതുകൊണ്ട് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദീസ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 137. ദ എമൗണ്ട് ഓഫ് കോൺട്രിബ്യൂഷൻ ഇൻ ബ്രേക്ക് ഇവൻ പോയിന്റ് ഈസ് ഈക്വൽ ടു ഡാഷ്. ഓപ്ഷൻ എ വേരിയബിൾ കോസ്റ്റ്, ഓപ്ഷൻ ബി പ്രോഫിറ്റ്, ഓപ്ഷൻ സി ടോട്ടൽ കോസ്റ്റ്, ഓപ്ഷൻ ഡി ഫിക്സഡ് കോസ്റ്റ്. ഇവിടെ ക്വസ്റ്റിനെ ചോദിച്ചിരിക്കുന്നത് എമൗണ്ട് ഓഫ് കോൺട്രിബ്യൂഷൻ ഇൻ ബ്രേക്ക് ഇവൻ പോയിന്റ്. ബ്രേക്ക് ഇവൻ പോയിന്റിൽ എമൗണ്ട് ഓഫ് കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും എന്നാണ് ക്വസ്റ്റിനെ ചോദിച്ചിരിക്കുന്നത്. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ഫിക്സഡ് കോസ്റ്റ് ആണ്. ബ്രേക്ക് ഇവൻ പോയിന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോ പ്രോഫിറ്റ് നോ ലോസ് സിറ്റുവേഷൻ ആണ്. അവിടെ പ്രോഫിറ്റും ഉണ്ടാവില്ല ലോസും ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ അവിടെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഫിക്സഡ് കോസ്റ്റിന് ഈക്വൽ ആയിരിക്കും. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ഫിക്സഡ് കോസ്റ്റ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 138ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് റേഷ്യോ ഇൻഡിക്കേറ്റ്സ് ദ ലോങ് ടൈം ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് എ ഫേം? ഓപ്ഷൻ എ ലിക്വിഡിറ്റി റേഷ്യോ, ഓപ്ഷൻ ബി ടേൺ ഓവർ റേഷ്യോ, ഓപ്ഷൻ സി പ്രോഫിറ്റബിലിറ്റി റേഷ്യോ, ഓപ്ഷൻ ഡി സോൾവൻസി റേഷ്യോ. താഴെ തന്നിരിക്കുന്നവയിൽ ഏത് റേഷ്യോ ആണ് ഒരു ബിസിനസ്സിൻ്റെ ലോങ് ടൈം ഫിനാൻഷ്യൽ പൊസിഷനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി സോൾവൻസി റേഷ്യോ ആണ്. സോൾവൻസി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എബിലിറ്റി ഓഫ് എ ഫേം ടു മീറ്റ് ഇറ്റ്സ് ലോങ് ടൈം ഫിനാൻഷ്യൽ റിക്വയർമെൻറ്റ്സ് ആണ് സോൾവൻസി എന്ന് പറയുന്നത്. ഇവിടെ ലോങ് ടൈം ഫിനാൻഷ്യൽ പൊസിഷൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന റേഷ്യോ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി സോൾവൻസി റേഷ്യോ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 139. കോൺട്രിബ്യൂഷൻ ഇൻ മാർജിനൽ കോസ്റ്റിംഗ് ഈക്വൽ ടു ഓപ്ഷൻ എ സെയിൽസ് മൈനസ് ഫിക്സഡ് കോസ്റ്റ്, ഓപ്ഷൻ ബി ടോട്ടൽ കോസ്റ്റ് മൈനസ് പ്രോഫിറ്റ് മാർജിൻ, ഓപ്ഷൻ സി സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ്, ഓപ്ഷൻ ഡി സെയിൽസ് മൈനസ് ബ്രേക്ക് ഈവൻ സെയിൽസ്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇക്വേഷൻ എന്തെന്നാണ് ക്വസ്റ്റിന് ചോദിച്ചിരിക്കുന്നത്. ആൻസർ വരുന്നത് ഓപ്ഷൻ സി സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 140ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. If selling price of a product is ₹200, variable cost per unit is ₹120 and fixed cost is ₹3 lakhs, what is break-even point? Option A 3,750 units, option B 1,500 units, option C 2,500 units, option D 3,000 യൂണിറ്റ്സ്. ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് തന്നിരിക്കുന്ന ഡീറ്റെയിൽസിൽ നിന്നും ബ്രേക്ക് ഈവൻ പോയിന്റ് ഇൻ യൂണിറ്റ്സ് കാണാനാണ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്. ബ്രേക്ക് ഈവൻ പോയിന്റ് ഇൻ യൂണിറ്റ്സ് എന്ന് പറയുന്നത് അതിൻ്റെ ഇക്വേഷൻ വരുന്നത് ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ് മൈനസ് വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് ആണ്. ഇവിടെ ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത് 3 lakhs ആണ്. സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ് തന്നിട്ടുണ്ട് 200. വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് എന്ന് പറയുന്നത് 120 ഈക്വൽ ടു 3 lakhs ഡിവൈഡഡ് ബൈ 80 ആണ്. 200 മൈനസ് 120 എന്ന് പറയുന്നത് 80 ആണ് വരുന്നത്. ആൻസർ ആയിട്ട് വരുന്നത് 3,750 ആണ്. ആൻസർ വരുന്നത് ഓപ്ഷൻ എ
3750 യൂണിറ്റ്സ് ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 141. എ കമ്പനീസ് ക്യാപിറ്റൽ സ്ട്രക്ചർ കൺസിസ്റ്റ് ഓഫ് ഇക്വിറ്റി ഒൺലി. വാട്ട് ഈസ് ഇറ്റ്സ് ഡിഗ്രി ഓഫ് ലിവറേജ്? ഓപ്ഷൻ എ ഹൈ ലിവറേജ്, ഓപ്ഷൻ ബി ലോ ലിവറേജ്, ഓപ്ഷൻ സി മീഡിയം ലിവറേജ്, ഓപ്ഷൻ ഡി നോ ലിവറേജ്. ഇവിടെ ക്വസ്റ്റിന് ചോദിച്ചിരിക്കുന്നത് ഒരു കമ്പനിയുടെ ക്യാപിറ്റൽ സ്ട്രക്ചറിലും ഇക്വിറ്റി മാത്രമാണ് ഉള്ളത്, ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ മാത്രമാണ് ഉള്ളത്. ആ കമ്പനിയുടെ ഡിഗ്രി ഓഫ് ലിവറേജ് ഏതെന്നാണ് ക്വസ്റ്റിന് ചോദിച്ചിരിക്കുന്നത്. ലിവറേജ് എന്ന് പറയുന്നത് എബിലിറ്റി, ഒരു കമ്പനിയുടെ ക്യാപിറ്റൽ സ്ട്രക്ചറിൽ ഫിക്സഡ് ഇൻകം ബിയറിംഗ് സെക്യൂരിറ്റീസ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നതിനെയാണ് ലിവറേജ് എന്ന് പറയുന്നത്. ഇവിടെ തന്നിട്ടുണ്ട് നമുക്ക് ഇക്വിറ്റി ഷെയർസ് മാത്രമാണ് കമ്പനിയുടെ ക്യാപിറ്റൽ സ്ട്രക്ചറിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടെ നോ ലിവറേജ് ആയിരിക്കും ആൻസർ വരുന്നത്. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി നോ ലിവറേജ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 142ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ ഈസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഡ്യൂറിംഗ് ദ ഇയർ ആൻഡ് ഓപ്ഷൻ എ ടോട്ടൽ ഇൻവെൻറ്ററി, ഓപ്ഷൻ ബി ആവറേജ് ഇൻവെൻറ്ററി, ഓപ്ഷൻ സി ഇൻവെൻറ്ററി അറ്റ് ദ ബിഗിനിങ്, ഓപ്ഷൻ ഡി ക്ലോസിംഗ് ഇൻവെൻറ്ററി. ഇവിടെ ക്വസ്റ്റിന് ചോദിച്ചിരിക്കുന്നത് സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ എന്ന് പറയുന്നത് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡും എന്തുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ആണെന്നാണ് ക്വസ്റ്റിന് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആവറേജ് ഇൻവെൻറ്ററി ആണ്. സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഡിവൈഡഡ് ബൈ ആവറേജ് ഇൻവെൻറ്ററി ആണ്. ആവറേജ് ഇൻവെൻറ്ററി എന്ന് പറയുന്നത് ഓപ്പണിംഗ് ഇൻവെൻറ്ററി പ്ലസ് ക്ലോസിംഗ് ഇൻവെൻറ്ററി ഡിവൈഡഡ് ബൈ 2 ആണ് വരുന്നത്. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആവറേജ് ഇൻവെൻറ്ററി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 143. കോസ്റ്റ് വിച്ച് ആർ നോട്ട് അസോസിയേറ്റഡ് വിത്ത് പ്രൊഡക്ഷൻ ആർ കോൾഡ് ഡാഷ് കോസ്റ്റ്. ഓപ്ഷൻ എ പ്രോഡക്റ്റ്, ഓപ്ഷൻ ബി വേരിയബിൾ, ഓപ്ഷൻ സി പീരിയഡ്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ്. ഇവിടെ ക്വസ്റ്റിന് ചോദിച്ചിരിക്കുന്നത് കോസ്റ്റ് വിച്ച് ആർ നോട്ട് അസോസിയേറ്റഡ് വിത്ത് പ്രൊഡക്ഷൻ, പ്രൊഡക്ഷനുമായിട്ട് ബന്ധമില്ലാത്ത കോസ്റ്റ്, പ്രൊഡക്ഷനായിട്ട് അസോസിയേറ്റ് ചെയ്യാത്ത കോസ്റ്റ് എന്നാണ് ക്വസ്റ്റിന് ചോദിച്ചിരിക്കുന്നത്. ആൻസർ വരുന്നത് ഓപ്ഷൻ സി പീരിയഡ് കോസ്റ്റ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 144ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. സൂപ്പർ ക്വിക്ക് അസറ്റ് ഈസ് കാൽക്കുലേറ്റഡ് ബൈ ഡിഡക്റ്റിംഗ് ഡാഷ് ഫ്രം കറണ്ട് അസറ്റ്സ്. ഓപ്ഷൻ എ ഇൻവെൻറ്ററീസ്, ഓപ്ഷൻ ബി ഇൻവെൻറ്ററീസ് ആൻഡ് പ്രീപെയ്ഡ് എക്സ്പെൻസസ്, ഓപ്ഷൻ സി ഇൻവെൻറ്ററീസ് ആൻഡ് ഡെപ്റ്റേഴ്സ്, ഓപ്ഷൻ ഡി ഇൻവെൻറ്ററീസ് പ്രീപെയ്ഡ് എക്സ്പെൻസസ് ആൻഡ് ഡെപ്റ്റേഴ്സ്. ഇവിടെ ക്വസ്റ്റിന് ചോദിച്ചിരിക്കുന്നത് സൂപ്പർ ക്വിക്ക് അസറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് കറണ്ട് അസറ്റിൽ നിന്നും എന്തെല്ലാം കുറച്ചിട്ടാണെന്നാണ് ക്വസ്റ്റിന് ചോദിച്ചിരിക്കുന്നത്. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ഇൻവെൻറ്ററീസ് പ്രീപെയ്ഡ് എക്സ്പെൻസസ് ആൻഡ് ഡെപ്റ്റേഴ്സ് ആണ്. സൂപ്പർ ക്വിക്ക് അസറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കറണ്ട് അസറ്റിൽ നിന്നും ഇൻവെൻറ്ററീസും പ്രീപെയ്ഡ് എക്സ്പെൻസും ഡെപ്റ്റേഴ്സും കുറച്ച് കഴിയുമ്പോഴാണ് സൂപ്പർ ക്വിക്ക് അസറ്റ് കിട്ടുന്നത്. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 145. ദ വാല്യൂ ഓഫ് എ ബെനിഫിറ്റ് സാക്രിഫൈസ്ഡ് ഇൻ ഫേവർ ഓഫ് അനദർ കോഴ്സ് ഓഫ് ആക്ഷൻ ഈസ് നോൺ ആസ്. ഓപ്ഷൻ എ മാർജിനൽ കോസ്റ്റ്, ഓപ്ഷൻ ബി സ്റ്റാൻഡേർഡ് കോസ്റ്റ്, ഓപ്ഷൻ സി ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്, ഓപ്ഷൻ ഡി അഡീഷണൽ കോസ്റ്റ്. ഇവിടെ ക്വസ്റ്റിന് ചോദിച്ചിരിക്കുന്നത് ദ വാല്യൂ ഓഫ് ബെനിഫിറ്റ് സാക്രിഫൈസ്ഡ് ഇൻ ഫേവർ ഓഫ് അനദർ കോഴ്സ് ഓഫ് ആക്ഷൻ എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ആൻസർ വരുന്നത് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ആണ്. ഓപ്പർച്യൂണിറ്റി കോസ്റ്റിനെ നമ്മൾ ഇറ്റ് ഇസ് ദ നെക്സ്റ്റ് ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ് എന്നും പറയാറുണ്ട്. ആൻസർ വരുന്നത് ഓപ്ഷൻ സി ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 146ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ കമ്പോണൻറ്റ് ഓഫ് ക്വിക്ക് അസറ്റ് ഓർ ലിക്വിഡ് അസറ്റ്? ഓപ്ഷൻ എ ഷോർട്ട് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ്, ഓപ്ഷൻ ബി ഷോർട്ട് ടൈം ലോൺസ് ആൻഡ് അഡ്വാൻസസ്, ഓപ്ഷൻ സി ബിൽസ് റെസീവബിൾസ്, ഓപ്ഷൻ ഡി ഇൻവെൻറ്ററീസ്. ഇവിടെ ക്വസ്റ്റിന് ചോദിച്ചിരിക്കുന്നത് വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ കമ്പോണൻറ്റ് ഓഫ് ക്വിക്ക് അസറ്റ് ഓർ ലിക്വിഡ് അസറ്റ് എന്നാണ്. താഴെ തന്നിരിക്കുന്നവയിൽ ക്വിക്ക് അസറ്റിൻ്റെ അല്ലെങ്കിൽ ലിക്വിഡ് അസറ്റിൻ്റെ കമ്പോണൻ്റ് അല്ലാത്ത ഏതെന്നാണ് ക്വസ്റ്റിന് ചോദിച്ചിരിക്കുന്നത്. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ഇൻവെൻറ്ററീസ് ആണ്. കറണ്ട് അസറ്റിൽ നിന്നും സ്റ്റോക്കും പ്രീപെയ്ഡ് എക്സ്പെൻസും, സ്റ്റോക്ക് അഥവാ ഇൻവെൻറ്ററിയും പ്രീപെയ്ഡ് എക്സ്പെൻസും കുറച്ച് കിട്ടുന്നതാണ് ക്വിക്ക് അസറ്റ് അല്ലെങ്കിൽ ലിക്വിഡ് അസറ്റ് എന്ന് പറയുന്നത്. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ഇൻവെൻറ്ററീസ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 147. ഐഡിയൽ കറണ്ട് റേഷ്യോ ഈസ് ഡാഷ്. ഓപ്ഷൻ എ 1:1, ഓപ്ഷൻ ബി 2:1, ഓപ്ഷൻ സി 1:2, ഓപ്ഷൻ ഡി 1.5:1. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഐഡിയൽ കറണ്ട് റേഷ്യോ ഏതെന്നാണ്. ഐഡിയൽ കറണ്ട് റേഷ്യോ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി 2:1 ആണ്. ഇനി ഇവിടെ ഐഡിയൽ കറണ്ട് റേഷ്യോ ഏതെന്ന് ചോദിച്ചിട്ട് 2:1 പകരം 2 എന്ന് തന്നിട്ടുണ്ടെങ്കിലും അത് ഐഡിയൽ കറണ്ട് റേഷ്യോ ആണ്. 2 എന്ന് തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം 2:1 എന്ന് തന്നെയാണ്. നമുക്ക് പ്രീവിയസ് ചോദിച്ചിട്ടുള്ളതാണ്. ഓപ്ഷനിൽ 2 എന്ന് തന്നിട്ട് ആൻസർ വരുന്നത് 2 ആയിരിക്കും. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി 2:1 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 148ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം.
Which of the following ratio come under the liquidity ratios? Option A current ratio, option B liquid ratio, option C both A and B, option D none of these. ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് താഴെ തന്നിരിക്കുന്നതിൽ ഏത് റേഷ്യോ ആണ് ലിക്വിഡിറ്റി റേഷ്യോയിൽ വരുന്നതെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ലിക്വിഡിറ്റി റേഷ്യോസ് എന്ന് പറയുന്നത് കറണ്ട് റേഷ്യോ, ക്വിക്ക് റേഷ്യോ അല്ലെങ്കിൽ ആസിഡ് ടെസ്റ്റ് റേഷ്യോ അല്ലെങ്കിൽ ലിക്വിഡ് റേഷ്യോ അബ്സല്യൂട്ട് ലിക്വിഡിറ്റി റേഷ്യോ. അബ്സല്യൂട്ട് ലിക്വിഡിറ്റി റേഷ്യോ. ഇത് മൂന്നുമാണ് ലിക്വിഡിറ്റി റേഷ്യോസിൽ വരുന്നത്. ഇവിടെ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ കറണ്ട് റേഷ്യോയും ലിക്വിഡ് റേഷ്യോയും ഉണ്ട്. അതുകൊണ്ട് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ബോത്ത് എ ആൻഡ് ബി ആയിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 149ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. Dash ratios are calculated for measuring the efficiency of operations of business based on effective utilization of resources. Option A liquidity ratios, option B solvency ratios, option C activity ratios, option D none of these. ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഒരു ബിസിനസ്സിൻ്റെ റിസോഴ്സസ് ഇഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നതിനുള്ള എഫിഷ്യൻസി മെഷർ ചെയ്യുന്ന റേഷ്യോ എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആക്ടിവിറ്റി റേഷ്യോസ് ആണ്. ആക്ടിവിറ്റി റേഷ്യോൻ്റെ മറ്റൊരു പേരാണ് efficiency ratios, turnover ratios. ഇത് രണ്ടും ആക്ടിവിറ്റി റേഷ്യോയുടെ മറ്റുള്ള പേരാണ്. ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആക്ടിവിറ്റി റേഷ്യോസ് ആണ്. ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ക്ലാസ്സിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 150ാമത്തെ ക്വസ്റ്റ്യൻ. ഫാക്ടറി റെൻറ്റ് ഈസ് അപ്പോർഷൻഡ് ഓൺ ദ ബേസിസ് ഓഫ് ഓപ്ഷൻ എ ഏരിയ ഓക്കുപ്പൈഡ്, ഓപ്ഷൻ ബി റെൻറ്റ് പേ, ഓപ്ഷൻ സി ലൈറ്റ് പോയിൻറ്റ്സ്, ഓപ്ഷൻ ഡി ഗുഡ്സ് പ്രൊഡ്യൂസ്ഡ്. ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഫാക്ടറി റെൻറ്റ് എന്തിൻ്റെ ബേസിസിലാണ് അപ്പോർഷൻ ചെയ്യുന്നതെന്നാണ്. ആൻസർ വരുന്നത് ഓപ്ഷൻ എ ഏരിയ ഓക്കുപ്പൈഡ് ആണ്. താങ്ക് യു.